കാര്യം പോകും. അങ്ങനെ ഞങ്ങളുടെ മീര ഇങ്ങോട്ട് എടുത്തു പോയി. ഇതങ്ങോട്ട് മുന്നോട്ട് പൊക്കോണ്ടിരിക്കും. പോകുന്നു ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. കിണ്ണന് കുറച്ച് കുശുമ്പുണ്ടല്ലേ? ഞാൻ കണ്ടതാ കുശുമ്പിന്റെ താടിക്ക് പിടിച്ച ചിങ്ങനെ. കിണ്ണൻ ഇങ്ങനെ എല്ലാം പറയുന്നേ ഉള്ളൂ. മീരയുടെ മനസ്സിന്റെ ഉള്ളിനുള്ളിൽ എപ്പോഴും ഹരി തന്നെ. ആക്ഷൻ കണ്ടോ? ഹൃദയം പറിച്ചെറിഞ്ഞാലും മീര എന്നോട് പറഞ്ഞ കിണ്ണനെ ഇട്ടേച്ച് പോവുകയെന്നാ പറഞ്ഞിരിക്കുന്നത്. ഹരി കഴിഞ്ഞ് കിടക്കുമ്പോൾ ചെല്ലുമെന്ന് മീര കാണാനാ. ഞങ്ങൾ രണ്ടുപേരും കൂടെയാ വരുന്നത്. എന്റെ മീര പോലെ മീര അവിടെ നിൽക്ക്. രണ്ടുപേരുടെ സ്നേഹം മീരക്ക് വാരി കോരി കിട്ടുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു കുശുപ്പുണ്ട്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എപ്പോഴും അയിലും പോലെ ഈ പുള്ളി മാത്രമേ ഉള്ളൂ കൂട്ടത്തിൽ. ഇടയ്ക്ക് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി. അപ്പൊ മീര കൊണ്ടുപോയില്ല. അതിന്റെ വിഷമം രാവിലെ മീര പറഞ്ഞത്. ചങ്ക് പൊട്ടി പോകുന്നുണ്ട്. ഇനി അടുത്ത തവണ കൊണ്ടുപോയാല് ആ പൊട്ടലും മാറും. ജീവിതത്തിൽ ഇത് കൂട്ടുന്നോണോ പറയുന്ന ഒരു ഹരിമോൻ വേറെ ആരുമില്ല. മീരയുടെ കണ്ണ് നിറഞ്ഞു. കേറി പിടിച്ചിരിക്കുന്ന കൈയാണ്. ഞാൻ കേറി പിടിച്ചിട്ടില്ല. ആ കൈ എവിടെ വരണമെന്ന് വെച്ചാൽ ഇവിടെ വരണം. മീരയുടെ കൈ എന്നിട്ട് പിടിച്ചിട്ടില്ലല്ലോ. മീരയ്ക്കറിയാം ഈ പിടി ഉറപ്പാന്നുള്ളത്. ആ പിടി വേറി പിടി അത് കുഴപ്പമില്ല. ഊരിപ്പോവും. ഈ പിടിച്ചിരിക്കുന്ന 10 പേരെ കാണിക്കാം. മീര എന്നെ നാണം കെടുത്തിട്ട് കൈ എടുത്തേക്കല്ലേ. അങ്ങനെ മുറുക്ക പിടിച്ചു. പക്ഷെ വേറെ കേസുണ്ട്. മീര ഇപ്പൊ പറഞ്ഞോ, ചിലപ്പോ എന്നെ ഹരി കൊണ്ടുപോകുന്നു. കഴുകണ്ട മൂക്കും മീശയും വെച്ചോണ്ട് കൊണ്ടുപോകുന്നു. നോക്ക്, ഒരുപാട് മുടിയുണ്ടല്ലേ? ഒന്നും വേണം നോക്കത്തില്ല. 4-3 പേരെണ്ണേ ഉള്ളൂ. ചരിച്ചല്ലേ ഇങ്ങോട്ട് കാണിക്കും. ഈടം കിണ്ണന്റെ ഒക്കെ നടുക്കുക ആയിരിക്കും നല്ല. ഈ എന്റെ കിണ്ണ ഇങ്ങനെ പെടങ്ങല്ലേ കിണ്ണ. വേറൊരുത്തം കയറി അതിന്റെ ഇടയ്ക്ക് പ്രേമിക്കാൻ വരും. ഇത്രയും പെട്ടെന്ന് ഇതുപോലെ ഒരു ഇതിൽ വരുമെന്നോ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുടെ ഒരു അഭിപ്രായം നല്ലത് കിട്ടുമെന്നോ ഒന്നും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു സാധന അവസരത്തിൽ കിട്ടിയത് വളരെ സന്തോഷം, വളരെ സന്തോഷം. ഞങ്ങൾ തിരുവാതിര ഡാൻസും ഒക്കെ കളിക്കുമായിരുന്നു ഇവിടെ സ്കൂളില്. നവരസങ്ങളൊക്കെ ഇങ്ങനെ മുഖത്ത് പൊട്ടിയങ്ങ് വിരിയുവാണല്ലോ. പ്രണയവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ചെറുപ്പത്തിൽ എന്തോരും ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ ഇപ്പൊ ഒന്നും പറയത്തില്ല. പിള്ളേരാ നിങ്ങള്. ജീവിതം ഉണ്ടെങ്കിൽ അത് ഞാനും മീരയും മാത്രം. നമസ്കാരം. ഞാനെന്നുള്ളത് കിടങ്ങന്നൂർ കരുണാലയത്തിലാണ്. ഇൻസ്റ്റഗ്രാമിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന കുറേ അച്ഛന്മാരും അമ്മച്ചിമാരും ഉണ്ട് ഇവിടെ. അവരുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞാലോ? ബാ. രണ്ടുപേരും ഭയങ്കര സംസാരത്തിൽ എന്താ കൊഞ്ചിക്കൊഴഞ്ഞ് നിൽക്കണ? എന്താ ഞങ്ങൾ കാപ്പി കുടിച്ച കാര്യമൊക്കെ എന്നോട് ചോദിക്കുക. ഞാൻ പറഞ്ഞു രാവിലെ ദോശയായിരുന്നു കഴിച്ചേ. എന്നാ കഴിച്ചെന്ന് ചോദിച്ചു. എന്നാ കഴിച്ചേ? ഞാനും ദോശ. ഇവിടെ ഒരാളത് ഭയങ്കര വായനയിലൊക്കെ ബുക്സ് എടുത്ത് വായിക്കുന്നുണ്ട്. നമ്മുടെ ലൈബ്രറിയാണ്. ലൈബ്രറിയിൽ ബുക്സ് തിരഞ്ഞെടുക്കാം, വായിക്കാം. വായന അത് തന്നെയാണ് ശീലം. നേരത്തെ ഉള്ളൊരു സ്വഭാവമാണ്. അച്ഛൻ ഇവിടെ ഷൂട്ടൊക്കെ എവിടെയാണ് നടത്തുന്നത്? കുറച്ച് സ്റ്റുഡിയോ വെച്ചെടുക്കും. പിന്നെ ഒരു ഭാഗവും ഞങ്ങൾ വെളിയില്ല. പുറത്ത് ശരിയാവുള്ളൂ. ഇതാകുമ്പോഴത്തേക്ക് സ്റ്റുഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ സൗകര്യങ്ങളും പഴയ കാലത്തെ പോലെ ഇല്ലല്ലോ. പണ്ട് സ്റ്റുഡിയോ വെച്ചായിരുന്നു, പിന്നെ ഔട്ട്ഡോർ ആയിരുന്നു. അപ്പം ഞങ്ങൾ പുറത്ത് പോകും. അമ്മച്ചി അത് നമുക്ക് പുറത്തേക്ക് വരും, നമ്മൾ ഷൂട്ട് ചെയ്യുന്നിടത്തേക്ക്. എന്നാ വാ അമ്മച്ചി. അപ്പം ഇവിടെയൊക്കെയാണല്ലേ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്? എപ്പോഴാണ് വന്ന് ഷൂട്ട് ചെയ്യണേ? ഞങ്ങൾ ഉച്ച കഴിയുമ്പം ചിലപ്പം പറ്റും. അല്ല ചിലപ്പം രാവിലെ അവിടെ ചെയ്യുകയാണെങ്കിൽ അവിടെ അവിടെ. അല്ല ഇവിടെ വരുമ്പം ഇവിടെ ഉച്ച കഴിഞ്ഞ് വരുവുള്ളൂ. രാവിലെ വന്നാൽ വെയിലൊക്കെ അല്ലേ, അതുകൊണ്ട് വരില്ല. നമുക്ക് നടന്നല്ലോ അങ്ങോട്ട്. ഈ കിണ്ണൻ്റെയും അല്ലെ കിണ്ണൻ്റെ ഹരിയുടെയും നടുക്കല്ലേ മീര വരേണ്ടത്? വാസ്തവത്തിൽ അങ്ങനെ വരണം. ഞങ്ങളുടെ മീര ഇങ്ങോട്ട് എടുത്തു പോയി. എന്തിനാ മീരയുടെ സൈഡിലേക്ക് ആക്കി? സൈഡില്ല, അത് ആദ്യം ചെയ്തു പോയതല്ലേ. അവിടെ നിൽക്കാൻ ആരാ പറഞ്ഞ? ഡയറക്ടർ തന്നെയല്ലേ പറഞ്ഞേ. ഞങ്ങളുടെ കയ്യിലോ കുറ്റം അല്ലത്. എന്നാ കിണ്ണം വാ. കിണ്ണ, ഈ എത്ര നാളായി കിണ്ണൻ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട്? കിണ്ണനല്ല, ശരിക്കും ഞാൻ പേര് വയ്ക്കാൻ മറന്നുപോയി. ഷിയാസ് തന്നെ ഒരു ക്യാമറ കൊണ്ടുവന്നിട്ട് അതിലോട്ട് പതിച്ചു. അത് കഴിഞ്ഞ് ബിനുവും ഇന്ദുജയും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും
അവൻ നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് പതിച്ചു. ആദ്യത്തെ ഡയറക്ടറിൻ്റെ ഷിയാസ്, രണ്ടാമത്തെ ഡയറക്ടർ ബിനുവും പിന്നെ ഇന്ദുജയും. അങ്ങനെ പിന്നെ അങ്ങോട്ട് നമുക്കൊരു ചെറിയ പരിപാടിയുണ്ടെന്ന് അതങ്ങ് വലിയ പരിപാടിയായി പോയി. അപ്പം ഞങ്ങളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അഹങ്കാരമല്ല, ഇതങ്ങോട്ട് മുന്നോട്ട് പൊക്കോണ്ടിരിക്കും. പോകുന്നു ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. അത് പിന്നെ ദൈവം തമ്പുരാൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. പെട്ടതള്ളയുടെ മീരെ പതുക്കെ പോ. അത് ഓടുക, അങ്ങനെ ഓടുകയും ചെയ്യും. മീര നടന്നു വീട്ടിൽ കാലൊന്നും തട്ടരുത്, കാലിലെ തൊലിയൊന്നും കളഞ്ഞാക്കല്ലോ. മീരെ പൊന്നു പോലെ പിന്നെ ആ കാര്യം കൂടുതൽ. ഹരിയോ? ഹരി ഇടയ്ക്ക് താടിക്കൊക്കെ പിടിക്കാൻ നോക്കും. ഞാൻ നല്ല എന്നാണ് അമ്മയ്ക്കല്ല. ഹരി എന്നാണ് കിണ്ണന് കുറച്ച് കുശുമ്പുണ്ടല്ലേ? ഞാൻ കണ്ടതാ കുശുമ്പിന്റെ താടിക്ക് പിടിച്ച ചിങ്ങനെ. ആണോ? അതൊക്കെ കാണിക്കാവോ? കാണിക്കാവോ? തെറ്റാണോ? തെറ്റല്ലേ കാണിച്ചേ അല്ലേ? കണ്ട് ഹരിനെ എന്താ ഇത്? ഹരി അത് നടക്കുകയല്ല, ഞാൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൊ എന്താ പറഞ്ഞു? നോട്ടം ആ നോട്ടത്തിലങ്ങ് എന്താണ് ഹരി കേക്കണേ? കിണ്ണൻ ഇങ്ങനെ എല്ലാം പറയുന്നേ ഉള്ളൂ. മീരയുടെ മനസ്സിന്റെ ഉള്ളിനുള്ളിൽ എപ്പോഴും ഹരി തന്നെ അല്ലയോ? അല്ലേ? ആക്ഷൻ കണ്ടോ? ഉള്ളിലല്ല എൻ്റെ മനസ്സിൽ തന്നെ അതല്ലേ? അതല്ലേ ശരി. ഹൃദയം പറിച്ചെറിഞ്ഞാലും മീര എന്നോട് പറഞ്ഞ കിണ്ണനെ ഇട്ടേച്ച് പോവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മീര പറഞ്ഞ അതല്ല, ചിതയിൽ കരിച്ചാലും ചിറകടിച്ചു വരുമെന്നാണ് പറയുന്നത്. എങ്ങനെ? ചിതയിൽ കരിച്ചാലും ചിറകടിച്ചു വരും ഹരിയോടുള്ള സ്നേഹം. കരിഞ്ഞു കിടക്കുമ്പോൾ ചെല്ലുമെന്ന്, ഹരി കരിഞ്ഞു കിടക്കുമ്പോൾ ചെല്ലുമെന്ന് മീര. കാണാനാ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് വരുന്നത്. എൻ്റെ മീര പോലെ മീര അവിടെ നിൽക്ക്. രണ്ടുപേരുടെ സ്നേഹം മീരയ്ക്ക് വാരി കോരി കിട്ടുന്നുണ്ട്. അങ്ങനെ പറയണം. രണ്ടുപേരുടെ സ്നേഹം എനിക്ക് വാരി കിട്ടുന്നുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു കുശുപ്പുണ്ട്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാ? ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാ? എപ്പോഴും അയിലും പോലെ ഈ പുള്ളി മാത്രമേ ഉള്ളൂ കൂട്ടത്തിൽ. എന്നോട് സ്നേഹം ഉണ്ടായിട്ടല്ലേ പറഞ്ഞത്. എപ്പോഴും അതിലും പോകുന്നതല്ല, എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്നല്ലേ പറഞ്ഞു വെച്ചേ. കണ്ടോ? പിന്നെ അത് തന്നെ പറയുന്നത്. അത് തന്നെ. ഈ നോട്ടം നോക്കാമെന്നുള്ളതേ ഉള്ളൂ, നടക്കത്തില്ല. ഒന്നും നടക്കുകയാണ് ഇല്ല. അല്ല ഈ എന്തിനാ ഇപ്പൊ ഇങ്ങനെ പറയാൻ കാരണം എന്താ? അങ്ങനെ പറയാതെയൊക്കെ പോണെന്ന് പറഞ്ഞ എന്തിനാ? പറയാതെ ഞാൻ ഇടയ്ക്ക് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി. അപ്പം മീര കൊണ്ടുപോയില്ല. അതിൻ്റെ വിഷമമാണ് രാവിലെ മീര പറഞ്ഞത്. എന്നെ കൊണ്ടുപോയില്ല. അപ്പം എന്നോടല്ലേ സ്നേഹം. ചങ്ക് പൊട്ടി പോകുന്നുണ്ട്. ഇനി അടുത്ത തവണ കൊണ്ടുപോയാൽ ആ പൊട്ടലും വിഷമം വന്നത് അങ്ങനല്ല. പോയി എന്ന് അറിഞ്ഞപ്പോഴത്തേനും സന്തോഷിച്ചിരിക്കുമായിരുന്നു. കുറെ കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വന്നു. അപ്പോഴും പറയുന്നു, അയ്യോ ഇല്ല പോയത് വന്യം വന്നല്ലോ എന്ന് ദുഃഖത്തോടാ പറഞ്ഞത്. ഞാൻ കേട്ടില്ല കേട്ടോ. അത് ഭയങ്കര കുശുമ്പാ പറഞ്ഞത്. ജീവിതത്തിൽ ഇത് കൂട്ട് നുണ പറയുന്ന ഒരു ഹരിമോൻ വേറെ ആരുമില്ല. അപ്പൊ ഹരി ഒഴിഞ്ഞു പോയത് വിചാരിച്ചല്ലേ? ആണോ? മീരയുടെ കണ്ണ് നിറഞ്ഞു. കൺമഷി പുരട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ. കണ്ണിച്ചാലും തൊണ്ട ഈ കണ്ണ് നിറയുകയും കണ്ണുകൊണ്ട് വരും. അല്ലാണ്ട് ഒരു തുള്ളി കണ്ണീര് പോലും കൃഷ്ണ ഹരിയും വരുത്താറില്ല. വരുത്തേണ്ട ഞങ്ങൾ വേണമെങ്കിൽ വരുത്തും. അതൊക്കെ ഞങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുത്തിയിരിക്കും. ഈ ഇത്രയ്ക്കും കുശുമ്പ് പോകുന്നതിന് എന്താ കാരണം? അത് രണ്ടുപേരില്ലേ, രണ്ടുപേർക്കും കുശുമ്പ. ഒരാൾ പറയുന്നു ഒരാൾക്ക് ഇഷ്ടപ്പെടുകയല്ല, ഇയാൾ പറയുന്നു മറ്റേയാൾക്ക് ഇഷ്ടപ്പെടുകയല്ല. അങ്ങനെ കിണ്ണന്. പക്ഷെ ഇപ്പൊ കൈ പിടിച്ചേക്കണ ആരാന്ന് നോക്കി എനിക്കറിയാം. ആ പിടുത്തം എങ്ങനെയാ കയറി പിടിച്ചിരിക്കുന്ന കൈയാണ്. ഞാൻ കയറി പിടിച്ചിട്ടില്ല. ആ കൈ എവിടെ വരണമെന്ന് വെച്ചാൽ ഇവിടെ വരണം. മീരയുടെ കൈ. എന്നിട്ട് പിടിച്ചിട്ടില്ലല്ലോ. ആ പിടിക്കും. മീര പിടിച്ചോ? മീര എവിടെ? അനങ്ങണ പോലുമില്ല കൈ. നോക്കി, അനങ്ങണ പോലുമില്ല. പോകുമ്പോ ഞാൻ കൊണ്ടുപോവാം കേട്ടോ. കൊണ്ടുപോവാം. പിടിച്ചേ. നാണം കെടുത്തുണ്ട കയ്യെ പിടി, ഇല്ലെങ്കിൽ കരയുമ്പോ. മീരയ്ക്കറിയാം ഈ പിടി ഉറപ്പാന്നുള്ളത്. ആ പിടി വേറിപ്പിടി അത് ഉറപ്പല്ല, ഊരിപ്പോവും. നോക്കിക്കോ, കറക്റ്റ് ഊരിപ്പോകുന്ന കൈയാണ്. മീര പിടിച്ചാൽ അത് ഉറപ്പാന്ന് ഞാൻ പറയാം.
അല്ലേ മീര അല്ലേ? ഞാൻ മീരയ്ക്കൊരു ചായ വാങ്ങി കണ്ടോ കയറ്റിയാ പിടിച്ച കണ്ടോ? ഓ അത് ആ പിടുത്തത്തിന് ഈ പിടുത്തത്തിന് രണ്ടിനും വ്യത്യാസം ഉണ്ടല്ലേ? ആ ഇതാ പിടുത്തം. രണ്ടുപേരും പിടിച്ചിട്ട് പറയാം എന്നോടാന്ന് ഇത് വല്ലതും പറയേണ്ട കാര്യം. എന്നോടാന്ന് പറയാവോ? അങ്ങനെ പാടില്ല. തെറ്റല്ലേ കാണിക്കുന്നത്, ഒരിക്കലും ചെയ്യരുത്. ഇല്ല, തെറ്റ് കാണിക്കരുത്. പക്ഷെ ഇത് ശരിയാ, ഇത് ശരിയായ പിടുത്തമല്ലേ? അതൊന്ന് യഥാർത്ഥമായിട്ട് എടുത്തു. ഈ പിടിച്ചിരിക്കുന്ന 10 പേരെ കാണിക്കാം. നീ കയ്യെ പിടിച്ച് വലിച്ചോണ്ടാ പോണേ. കണ്ടമാനം വലിച്ചോളരുത്. കണ്ടമാനം അല്ല വലിക്കരുത് മീര. എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങോട്ട് വലിച്ചോണ്ട് ഓടിയാൽ ഞാനിവിടെ വായും പൊളിച്ച് നിൽക്കേണ്ടി വരും. കണ്ടത്തിൽ ചാടി ഇതിനെ കൊണ്ട് തലമുട്ടേ ഞാൻ വായും പൊളിച്ച് നിൽക്കുകയല്ലേ ഉള്ളൂ പണി. അത് വരരുത്. ഇല്ല. അരി വലിച്ചോണ്ട് പോവോ? ഇല്ല പോവും. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? കൂടെ കൊണ്ടുപോകുന്ന വിശ്വാസമുണ്ടോ? കൊണ്ടുപോകാതിരിക്കും ചിലപ്പോൾ. കൊണ്ടുപോകോ? ആരാ കൊണ്ടുപോണേ? ആരാ കൊണ്ടുപോണേ? മീര എന്നെ നാണം കെടുത്തിട്ട് കൈ എടുത്തേക്കല്ലേ. അങ്ങനെ മുറുക്ക പിടിച്ചു. പക്ഷെ വേറെ കേസുണ്ട്. മീര ഇപ്പൊ പറഞ്ഞ കേട്ടോ, ചിലപ്പോ എന്നെ ഹരി കൊണ്ടുപോകുന്നു. അങ്ങനെ പറഞ്ഞു. എൻ്റെ കയ്യെ പിടിച്ചു. കയ്യെ പിടിച്ചിട്ടുണ്ട്. എന്നാലും ചിലപ്പോൾ കൊണ്ടുപോയി എന്നെ അടക്കും. ഞാൻ വിടുവല്ലോ. കണ്ടോ ചായവ് അങ്ങോട്ടാ, ഇവിടെ ഇത്രയും ഗ്യാപ്പാ. ഇനിയിപ്പോൾ നമുക്ക് തുളസി ഇലയുടെ ഒന്നും ആവശ്യമില്ല അല്ലേ? ഇല്ല, വ്യക്തമായ തീരുമാനമുണ്ട് മനസ്സിൽ. ഇനി തുളസി ഇലയുടെ ആവശ്യമൊന്നുമില്ല. ഇല്ല. കിണ്ണാ മീരേനെ ഹരി കൊണ്ടുപോയി. ഉമ്മ പറയുന്നല്ലേ ഇവിടുന്ന് എന്നാ കാണിക്കാൻ കൊണ്ടുപോകും. എവിടെ കൊണ്ടുപോകുന്നാ പറയുന്നത്? അത് ഞാൻ തന്നെ കിണ്ണം തന്നെ കൊണ്ടുപോകും. കഴിച്ചോടും. എപ്പോഴും പിണക്കാണോ? കഴുകൻ്റെ മൂക്കും മ്യൂസിയം വെച്ചോണ്ട് കൊണ്ടുവന്ന് നോക്ക്. ഒന്നാം തരം മീശയും ഒറിജിനൽ പല്ലും തല കണ്ടവാനും മുടിയുള്ള ഞാൻ കൊണ്ടുപോകും. കിണ്ണൻ എത്ര മുടിയുണ്ട്? അല്ല ഒരുപാട് മുടിയുണ്ടല്ലേ? ഒന്നും വേണം നോക്കത്തില്ല, 4-3 പേരെണ്ണേ ഉള്ളൂ. പല്ലോ? പല്ലട്ട് ഒന്ന് കാണിച്ചിങ്ങനെ. അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ പറയല്ലേ, ചരിച്ചല്ലേ ഇങ്ങോട്ട് കാണിക്കും. കണ്ടോ? പക്ഷെ ഇത് നോക്കി, ഹരിയുടെ ഉണ്ടോ? കണ്ടു ഞാൻ കാണുകയല്ല. മീര കൈക്ക് പിടിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാനത് കാണത്തേ ഇല്ല. അങ്ങോട്ട് നോക്കത്തേ ഇല്ല. അങ്ങോട്ട് നോക്കിക്കോ, അങ്ങോട്ട് പറഞ്ഞു ഹരിയുടെ കണ്ടു ഞാൻ നോക്കത്തില്ല. അത് മുടിയുടെ ഈ മനോഹാരിത കണ്ട് കണ്ണു കൂടാതിരിക്കാൻ വേണ്ടി വിഗ് വെച്ച് മറച്ചിരിക്കുക. വിഗ് ഉണ്ടല്ലേ? കിണ്ണ കുറച്ചുകൂടെ സൗന്ദര്യം കൂട്ടാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതിന് സൗന്ദര്യം കൂട്ടാൻ വിഗ് മേടിക്കണം, പല്ല് മേടിക്കണം, ഇതെല്ലാം ഒട്ടിച്ച് വെക്കണം. ഒട്ടിച്ച് വെച്ചേച്ച് വേണം അടുത്ത ഷൂട്ടിങ്ങിന് ഇറങ്ങാൻ. പോരെ മതി. അപ്പൊ കിണ്ണം പൊളിക്കും. എപ്പോൾ പൊളിച്ചെന്ന് ചോദിച്ചാൽ പോരെ, എപ്പോൾ തകർത്തെന്ന് ചോദിച്ചാൽ മതി. നിങ്ങളുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ഡയറക്ടർ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ ഇടയ്ക്ക് ചില മുഖം ചിലപ്പോൾ കാണാൻ നോക്കുമല്ലോ ഡയറക്ടർ, ചിലത് ഒത്തില്ല നോട്ടോ. ഞാൻ ഇങ്ങോട്ടും നോക്കും, നമ്മൾ കണ്ടില്ല, തീർന്നല്ലോ, ആ പ്രശ്നം തീർന്നു. ഞാൻ ഇങ്ങോട്ടും നോക്കും. പിന്നെ ഒക്കാതെ വരുമ്പോഴത്തേക്കും ഡയറക്ടർ ഞാൻ നോക്കും. ഗുണത്തിന് വേണ്ടിയാണ്, നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്, അല്ല ദോഷത്തിന് വേണ്ടിയല്ല കേട്ടോ. പാവമാണ്. പക്ഷേ ഈ രംഗത്ത് വരുമ്പോഴത്തേക്കും ബഷർക്കെന്ന് ഏർപ്പാടാണ് ചിലപ്പം വരുന്നത്. അത് ഷൂട്ട് തരാതെ ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടുമല്ല. കഷ്ടം തന്നെ കേട്ടോ. വയറ് നിറച്ച് ഞാൻ ഈ മീരയുടെ ഹരിയുടെയും കിണ്ണൻ്റെ ഒക്കെ നടുക്കുക ആയിരിക്കും നല്ല. ഈ അതൊന്നും വെച്ചാൽ മതി. നടുക്കാറാൻ ഒക്കുവരാഞ്ഞിട്ട് അല്ല എവിടെയെങ്കിലും ഇത് ഞങ്ങളുടെ കാര്യമാണ്. എന്റെ കിണ്ണ ഇങ്ങനെ പെടങ്ങല്ലേ കിണ്ണ. വേറൊരുത്തം കയറി അതിൻ്റെ ഇടയ്ക്ക് പ്രേമിക്കാൻ വരും. 2 പേരുണ്ടല്ലോ. അല്ല കിണ്ണ ഞാൻ എവിടെയെങ്കിലും സൈഡിൽ നിന്നോളാം. ഫ്രണ്ട് വന്നു. എന്നാ ഞാൻ ഇവിടെ നിന്നോട്ടെ. ഇങ്ങോട്ട് ഇവിടെ നിന്നോട്ടെ. എന്നാ തന്നെ എൻ്റെ 2 കൈയിലും പിടി. ആ കൈ മുട്ടും, ശരീരം മുട്ടും. 2 പേരും കൂടെ അങ്ങനെ നിന്നാലേ ശരിയാകുകയല്ല.
ശരിയാകും. ആ എന്താ അമ്മച്ചി അങ്ങനെയാ. കണ്ടോ? മാറി ഇത്രയും നിൽക്കണം കാക്കയുടെ കേട്ടോ. ആവശ്യമുണ്ടോ? മാറി നിൽക്കണം കേട്ടോ. മാറി നിൽക്കണം. ഇത് മാറിക്കാൻ എനിക്ക് മീരെ വിശ്വാസമല്ലയോ, ആണോ? പിന്നെന്തിനാ പേടിക്കുന്നേ? എന്നാലും വേണ്ട, രണ്ടുപേരും അങ്ങ് മാറിയിട്ടാൽ മതി. മാറിച്ചാൽ മതി. ആരൊക്കെ? ഇതൊന്നും വിടരുത്. ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞത്, ആത്മാർത്ഥമായിട്ട് കയ്യൊന്നും വിട്ടേക്കരുത്. ആ ഇപ്പോൾ കണ്ടോ, ചേർത്ത് നിർത്തിയത് കണ്ടോ? ഞാനോ, ഞാൻ ചെയ്തോ അത്? ചെയ്തില്ല. മക്കളാൻ പറഞ്ഞു. ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. നമ്മൾ തമ്മിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ആരൊക്കെയോ വരട്ടെ. ഒരു വിശ്വാസം ഭയങ്കര വിശ്വാസം കേട്ടോ. കിണ്ണനൊരു രക്ഷയില്ല കേട്ടോ. അല്ല എന്താ ഉദ്ദേശം എന്നാ? എന്താ ഉദ്ദേശം എന്നാ? എന്നോട് അങ്ങനെ പറയാവോ? ആ പറയാവോ? ആ പറയരുത്. എന്നെ വേണ്ടെന്ന് പറയാവോ? അതൊക്കെ ചുമ്മാ പറഞ്ഞ് ഇങ്ങോട്ട് താഴെ ഇറങ്ങ്. ഹരിയും ഞാനും പെണ്ണനും ഒരേ ഓഫീസിൽ ജോലി ചെയ്തേച്ച് അങ്ങനെ പറയാവോ? അല്ല പറയാൻ പാടില്ല, പക്ഷെ എന്നും പറഞ്ഞ് ഇമാതിരിയുള്ള പരിപാടിയൊക്കെ ഞാൻ കാണിക്കാൻ പോവും, എന്തിനാ? ഞാൻ തീരും. അങ്ങനെയൊക്കെ ചെയ്യില്ലേ, വിട്ടേ അങ്ങനെയൊക്കെ ചെയ്യില്ലേ, അങ്ങനെയൊക്കെ ചെയ്യില്ലേ. എന്താ പറ ഹരി? പോവും. അങ്ങനെ പോലെ ഹരി ഒന്ന് പറ ഹരി. മീരി ഒന്ന് വിളിക്കാമോ? പോട്ടെ പോട്ടെ, പോരും ഇങ്ങോട്ട് പോര്. സത്യവാ, സത്യമാണോ? സത്യം തന്നെ. ഞാൻ പോവും. അങ്ങനെ പോകല്ലേ. ഇവിടെ വന്നേ, സത്യം വന്നേ. വാ, അന്നെ വിളിക്കും. വാ, ഇവിടെ വന്നിരി. അവിടെ ഇരി. വാ, ഇവിടെ ഇരി. അവിടെ ഇരി. പാച്ച, ഈ ഇത്ര നേരം നമ്മൾ ക്യാരക്ടറായിട്ട് നിന്നത്, ഇനി ആ ശരിക്കുള്ള പേരെന്താ? എൻ്റെ പേര് രവീന്ദ്രൻ പിള്ള എന്ന് പറയും. ആ എവിടെയാ സ്ഥലം? എൻ്റെ സ്ഥലം കൊട്ടാരക്കര. കൊട്ടാരക്കര. എത്ര നാളായി ഈ കാര്യത്തിലേക്ക്? ഞാൻ കർണാടകത്തിലെത്തിയിട്ട് ഇപ്പം 2 വർഷം പോയി. 2 വർഷമായി. എന്തായിരുന്നു നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ വെളിയിൽ, കേരളത്തിന് വെളിയിൽ ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലിയായിരുന്നു. 12 വർഷത്തോളം അങ്ങനെ അവിടെ സർവീസ് ജോലി കമ്പനിയുണ്ട്, ഒരു കമ്പനി തന്നെ ആയിരുന്നു. പിന്നെ അവിടെ വെച്ച് പഞ്ചാബിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് നേരിടേണ്ടി വന്ന്, അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേന് അമ്മ നിർബന്ധിച്ച് ഇനി പുറത്ത് ജോലിയൊന്നും പോകണ്ട, ഇവിടെ തന്നെ എവിടെയെങ്കിലും ജോലി ശ്രമിച്ചാൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ആ ജോലിക്ക് പോകാൻ പറ്റാതെ അവർ 2-3 കാൾ വിളിച്ച്, പിന്നെ നമ്മൾ ആ ടൈമിൽ എത്താതെ വന്നപ്പോഴത്തേന് പിന്നെ ടെർമിനേഷനായിട്ട് ആ ജോലി. പിന്നെ നാട്ടിലിങ്ങനെ ചെറിയ ജോലികളൊക്കെ ചെയ്ത് വന്നായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അമ്മയുടെ വേർപാടുണ്ടായി, അച്ഛൻ മരിച്ച്, സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ അവരുടേതായ ഒരു ലൈഫിലേക്ക് പോയി. അങ്ങനെ ഞാനും അമ്മയും മാത്രമായി. അങ്ങനെ അമ്മ മരിച്ചതിന് ശേഷം പിന്നെ ഒറ്റയ്ക്കായി, അങ്ങനെ ജീവിച്ചു പോകുമായിരുന്നു. അങ്ങനെ മറ്റു കാര്യങ്ങൾ ഇപ്പം പെട്ടെന്ന് തന്നെ വീട്ടിൽ അമ്മ ഇല്ലാത്ത സമയമായതുകൊണ്ട് പിന്നെ വീട്ടിലേക്ക് ഞാൻ വല്ലപ്പോഴും പോയി വീടൊക്കെ ഒന്ന് നോക്കും. അങ്ങനെയൊക്കെ പോകുന്ന ഇടയ്ക്ക് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഞാനൊരു ആക്സിഡൻറ്റ് പോലെ വന്ന് ഞാൻ വീഴ്ചയൊക്കെയുണ്ടായി. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു വരുന്നത്. പിന്നെ വീട്ടിൽ വെറിയും അറിയിച്ച് ഒക്കെ വന്നു. അങ്ങനെ ഞാൻ കർണാടകത്തിൽ വന്നു, ശരി പറയാൻ കർണാടകത്തിലെത്തി. പിന്നെ അവിടുത്തെ സംരക്ഷണയിലാണ് ഇപ്പോൾ ഇതുവരെയും പോകുന്നത്. ഇവിടെ വന്നതിന് ശേഷം മറ്റുള്ള സൗകര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. പിന്നെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയുള്ള ഒരു ചെറിയൊരു ഉണ്ടായിരുന്നു മാനസികമായിട്ട്. പിന്നെ സഹോദരങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പം. ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ പെങ്ങളെ ചേട്ടനൊക്കെ വന്നു, കണ്ടു, പോയി. പിന്നെ മറ്റുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്, സന്തോഷമുണ്ട്, സുഖം തന്നെ. എല്ലാം കൊണ്ട് ഹാപ്പി ആയിട്ട് പോകും. ഹാപ്പി തന്നെ. എല്ലാവരും ഉള്ള എല്ലാവരും ഹാപ്പിയാണ്. ആ ഒരു കാര്യത്തിൽ എല്ലാം പ്രത്യേകിച്ച് പറയേണ്ടത്, എല്ലാ കാര്യത്തിലും ഹാപ്പിയാണ്. അമ്മച്ചിയുടെ ശരിക്കുള്ള പേരെന്താ? ഇത്ര നേരം മീര മീര എന്ന് വിളിച്ചോണ്ടിരുന്നത്. എൻ്റെ പേര് സുമതി അമ്മ. എൻ്റെ വീട് മണിമല. അവിടുന്ന് ഞങ്ങൾ 2 പേരും കൂടെ വന്നേ. ഭർത്താവ് മരിച്ചുപോയി. പിന്നെ ഞങ്ങളിവിടെ ഇപ്പം ഇവരുടെയൊക്കെ കൂടെ നടക്കുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ലാതെ കഴിയുന്നു. ഹാപ്പിയായിട്ട് പോകുന്നു. ഹാപ്പിയായിട്ട് പോവുക. ഓക്കെ. കിണ്ണൻ്റെ ശരിക്കുള്ള പേരെന്താ? എൻ്റെ പേര് ശശിധരൻ PV. മുണ്ടക്കത്താ വീട്. ഇത്രയും മാത്രമേ പറയുള്ളൂ. പിന്നെ അവിടുന്ന് ഞാൻ കർണാടകത്തിൽ അമ്മ വീട്ടിൽ വന്നു. ഇത്രയും കാലം 2 വർഷം 4 മാസമായി. ഇതുവരെ സുഖം തന്നെ. അടിപൊളിയാ, അടിപൊളി ജീവിതമാണ്. എത്ര നാളായി ഇതുപോലെയുള്ള വീഡിയോ കണ്ടന്റ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്? വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊന്ന് പരിപാടി ഇട്ടായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ്. അത് ഇനിയും ചിത്രീകരിക്കുന്നില്ല, ഇവിടെ കൊണ്ട് നിർത്തുക.
അല്ല ഈ വർഷങ്ങൾക്ക് മുമ്പ് അത് കഴിഞ്ഞ് ഇവിടെ വന്നു. അന്നേരം ഷിയാസ് സാറിൻ്റെ മകൻ എന്നോട് ആദ്യം ക്യാമറയിൽ മുഖം കാണിക്കുന്ന ഷിയാസിനെ കൊണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് പേരുണ്ട്. അത് കഴിഞ്ഞ് ഈ പിള്ളേർ വന്നു. നല്ല സഹകരണം, പിള്ളേരിൽ നിന്ന് മക്കളെ പോലെയുള്ള സഹകരണം നമുക്ക് അങ്ങനെയാണ് നിങ്ങൾ സഹകരിച്ചുകൊണ്ടിരിക്കുക ഇന്ന് വരെ. 3 മക്കളെ പോലെ നമ്മളോട് സഹകരിക്കുന്നു. സുഖം. നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്കത് നിങ്ങളോട് പറയാം. ബുദ്ധിമുട്ടില്ല ഇവിടെ, പിന്നെ അത് പറയേണ്ട കാര്യമുണ്ട്. ഒരിക്കലും ഇല്ല. പട്ടിണി ഇടുകയല്ല സാറ്. എവിടെയാലും ചെന്ന് എന്നേലും ഒപ്പിച്ചു കൊണ്ട് തരും. അങ്ങനെ കൂടെ ഒരു ഇതുണ്ട്. പിന്നെ നമുക്ക് പിന്നെ സാറാണ് ഇതിൻ്റെ ബാഹ്യമായിട്ടുള്ള ആൾ, ഹെഡ്. അത് ഞങ്ങൾ മറക്കാതെ സാറിനോട് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ഇറങ്ങുള്ളൂ. അങ്ങനെയൊക്കെ ഞങ്ങൾ ഇതുവരെ ഓടുന്നത്. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാം. ഓക്കെ അച്ഛാ, ഈ കണ്ടൻറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അച്ഛൻ നേരത്തെ അഭിനയിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ ഈ ഇപ്പം നമ്മുടെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് പല UK നിന്ന് വരെ ഞങ്ങൾക്ക് സഹായം കിട്ടി. അതുപോലെ വളരെ അഭിനന്ദനങ്ങൾ നമ്മുടെ മക്കളുടെ പ്രായത്തിലും അതിലും ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഇത്ര അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം മനസ്സിലുള്ളതേ ഉണ്ട്. പിന്നെ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പങ്കെടുക്കും. അത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരിലും ഉള്ളതാണ്. ഒരു ഇഷ്ടമില്ലാത്ത കോളേജൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ കിച്ചൺ ഡാൻസൊക്കെ നടത്തി അങ്ങനെ വെറൈറ്റിയൊക്കെ തമാശയൊക്കെ ചെയ്യുമായിരുന്നു. എങ്കിലും ഇത്രയും പെട്ടെന്ന് ഇതുപോലെ ഒരു ഇതിൽ വരുമെന്നോ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുടെ ഒരു അഭിപ്രായം നല്ലത് കിട്ടുമെന്നോ ഒന്നും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു സാധാരണ അവസരത്തിൽ കിട്ടിയതാണ്. വളരെ സന്തോഷമുണ്ട്. അപ്പം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞങ്ങളുടെ കർണാലയത്തിൽ തന്നെ ഉള്ള ഞങ്ങളുടെ ബിന്ദുജ, അതുപോലെ ബിനീഷ് എന്ന് പറയും, ബിനു എന്ന് വിളിക്കും, പിന്നെ നമ്മുടെ കുക്കു എന്ന് വിളിക്കുന്ന ഷിയാസ്. അപ്പോൾ ഈ ഒരു മക്കളാണ് ഇതിനെ ഒരു പ്രചോദനമായിട്ട് ഞങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയത്. പക്ഷേ അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടായിരിക്കാം അത് വിജയിച്ച് ഇത്രയെങ്കിലും വിജയിക്കാൻ പറ്റിയതിലുള്ള സന്തോഷമുണ്ട്. പിന്നെ ഇതുപോലെ നമുക്ക് ഒരുപാട് ഭാഗത്തു നിന്നുള്ള ഈ അഭിനന്ദനങ്ങൾ കിട്ടുന്നു. അപ്പോൾ നമ്മളെപ്പോലെ മക്കളുടെ ഇന്നൊക്കെ പ്രതീക്ഷിക്കാത്ത അഭിനന്ദനങ്ങൾ കിട്ടുന്നതിനകത്ത് വളരെ സന്തോഷമുണ്ട്. ഇനി നല്ലത് ഇതുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. അതിൽ അവരുടെ സഹായവും ഈശ്വരൻ്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയുമുണ്ട്. അമ്മച്ചി നേരത്തെ ചെറുപ്പത്തിലൊക്കെ കലാപരമായിട്ട് എന്തെങ്കിലും ചെയ്യുമായിരുന്നോ? ഞങ്ങൾ തിരുവാതിര ഡാൻസൊക്കെ കളിക്കുമായിരുന്നു ഇവിടെ സ്കൂളിൽ ചെറുപ്പത്തിൽ. പിന്നെ അത് കഴിഞ്ഞ് അതിനൊന്നും പോയിട്ടില്ല. ഞാൻ 10 വരെ പോയില്ല, 9 വരെ പോയുള്ളൂ. പിന്നെ പോയിട്ടില്ല. അങ്ങനെ പോയിട്ടേ ഉള്ളൂ. അല്ല ഞാൻ ഇതിനൊന്നും ഇറങ്ങിയിട്ടില്ല, ഒരു കാര്യത്തിനും ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഇപ്പം ഇത്രയും പെട്ടെന്ന് ഭംഗിയായിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നതിന് പിന്നിൽ എന്തുവായിരുന്നു നേരം? അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പം നവരസങ്ങളൊക്കെ ഇങ്ങനെ മുഖത്ത് പൊട്ടിയങ്ങ് വിരിയുവാണല്ലോ. കള്ളം പുറത്ത് വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതെ ഇപ്പൊ ചാടിയില്ല 2 ഡാൻസും തിരുവാതിര തൂച്ചാകാൻ പോയാൽ മാറാതിരിക്കാനും പോയില്ലേ. അപ്പൊ ഞങ്ങൾ നമ്മള് കെട്ടിയെടുത്തോണ്ട് പോകണ്ടേ. ഒരു തിരുവാതിര, ഞാനും ഒരു പെണ്ണാവുക തിരുവാതിരക്ക്. മീര ആയിക്കൊണ്ടാ മതി. ഞാൻ തിരുവാതിരക്ക് പെണ്ണാവും, ഞാൻ വട്ടം കറങ്ങി വന്നിരിക്കും. അപ്പം അത് നമുക്ക് ഏതായാലും അതൊന്ന് റിഹേഴ്സൽ ചെയ്യണം. സ്റ്റുഡിയോയ്ക്കകത്ത് റിഹേഴ്സൽ ചെയ്തിട്ട് ഓപ്പണായിട്ട് വന്ന് പിടിക്കണം. അല്ല, ഈ റിഹേഴ്സലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേനും ഒരു കണ്ടന്റ് എടുക്കാനായിട്ട് എന്തോരം ടൈം എടുക്കും നിങ്ങൾ? അങ്ങനെയൊന്നുമല്ല, ഡയറക്ടർമാരുടെ ഇതുപോലെയാണ്. പിള്ളേരാന്ന് നിങ്ങൾ പറയുന്ന കേൾക്കാൻ നോക്കുള്ളൂ ഞങ്ങൾക്ക്. എന്നിട്ട് കണ്ടിച്ചാടാൻ പറയുന്നല്ല നിങ്ങൾക്ക് ആ ഒക്കാതെ വരുന്ന ഭാഗം പറഞ്ഞുകൊണ്ടിരിക്കും. അത് എപ്പോൾ ക്ലിയർ ആവുന്ന അതുവരെ ഞങ്ങളുണ്ട്. എന്നാലും ഇപ്പോൾ കുറേ കണ്ടന്റ് ചെയ്തിട്ടുണ്ട്, കുറേ കണ്ടന്റ് സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലേത് കണ്ടന്റ് ചെയ്യാനായിട്ടാണ് കൂടുതൽ ടൈം എടുത്തത്? എല്ലാവരും ടൈമേ ഉള്ളൂ, വലിയ വ്യത്യാസത്തിലൊന്നും പിടിക്കുമല്ല. അതങ്ങ് ശരിയാണോ എന്ന് മാത്രം, ഞാൻ പറയുന്ന ഭാവമൊന്നും ശരിയാവുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് ചിലപ്പോൾ ഒത്തില്ലെന്ന് വരും, ചിലപ്പോൾ ക്യാമറയിലോട്ട് നോക്കരുതെന്ന് പറഞ്ഞാൽ നോക്കിപ്പോവും. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് മുഖത്ത് ദേഷ്യമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അറിയാതെ ഇങ്ങനെ ഒന്ന് ഒറ്റ നോട്ടമാണ്. അപ്പം അതങ്ങ് മാറി കേട്ടോ, ക്യാമറയിലോട്ട് കണ്ണ് ചെല്ലുന്നുണ്ട്, പഴയ ഓർമ്മയാണ്. ഇത്രയേ ഉള്ളൂ, അല്ല വേറെ കുഴപ്പമൊന്നുമില്ല. പടാവുന്ന കാര്യങ്ങൾ ക്ലിയറൻസ് ഏർപ്പാട്. അച്ഛാ, ഇപ്പോൾ ഹരിമുരളീരവം എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ പല കണ്ടന്റുകളും ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഇതായിരുന്നു, അനുഭവമായിരുന്നു. ഈ കണ്ടന്റുകളൊക്കെ ചെയ്യാനായിട്ട് എന്തൊരു സമയം എടുക്കും? സമയം എടുക്കുന്ന പറഞ്ഞാൽ നമ്മുടെ മക്കൾ അവർ തന്നെ നമ്മളോട് പറയും. പിന്നെ നമ്മുടെ താല്പര്യവും കൂടെ അന്വേഷിക്കാറുണ്ട്. എന്നിട്ട് അവർ നമ്മളെ ഫസ്റ്റിൽ നമ്മളെ അത് ഇന്നതാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയും.
പിന്നെ ഇപ്പോൾ അരിമുരളീരവത്തിന് എടുക്കാൻ പോകുമ്പോൾ തന്നെ സ്ക്രിപ്റ്റ് എഴുതി തലേന്ന് റെഡിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കെന്തോ ഒരു അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നിട്ട് ഞങ്ങളുടെ കരുണാലയത്തിൽ നിന്ന് ഈ ലൊക്കേഷനിലേക്ക് പോകുന്ന ആ ഒരു വണ്ടിയിൽ ഇരുന്നും കൊണ്ടാണ് ഈ ഡയലോഗ് എഴുതുന്നത്. അവിടെ വെച്ച് തന്നെയാണ് പഠിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്നിരുന്ന് അത് ഷൂട്ട് ചെയ്തു. അത് വളരെ വ്യത്യസ്തമായിരുന്നു, നല്ല സന്തോഷം തന്നൊരു അനുഭവമായിരുന്നു. അത് പെട്ടെന്ന് തന്നെ അത് അവിടെ വണ്ടിയിൽ ഇരുന്ന് തന്നെ അത് പിന്നെ എഴുതിയും വണ്ടിയിൽ ഇരുന്ന് തന്നെ പഠിക്കുകയും ചെയ്തെടുത്തു. പക്ഷേ അത് നല്ല നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ അത് വൃത്തിയായി. അതൊരു ഭയങ്കര അനുഗ്രഹമായിരുന്നു. ഇപ്പോൾ എന്തോരം ടൈം എടുക്കും ഒരു കണ്ടന്റ് ചെയ്യാനായിട്ട്? ടൈം ഉദ്ദേശിക്കുന്നത് പഠിച്ചിട്ട് ചെയ്യാനായിട്ട്. പഠിച്ചിട്ട് ഇപ്പോൾ ഒരു കണ്ടന്റ് പറയില്ലോ, അപ്പോൾ ഹരിമുരളീരവൻ ചെയ്തു, അതുപോലെ തന്നെ ക്ലാസ്മേറ്റ്സിൽ ഇത് ചെയ്തു. അതെ, അതൊക്കെ ചെയ്യാനായിട്ട് എങ്ങനെ ഒരു ദിവസം അങ്ങനെ ഒരു ദിവസം പൂർണ്ണമായ ഒരു ദിവസം നോക്കട്ടെ. കാരണം രാവിലെ എല്ലാം തയ്യാറായിട്ട് ഞങ്ങളുടെ ടൈമിങ് നോക്കണം. ഇവിടുത്തെ ഫുഡിൻ്റെ എല്ലാം പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിൻ്റെ സമയം കൊണ്ട് നോക്കണം. അപ്പോൾ ഒരു ദിവസം ചിലതാണ് 2 ദിവസത്തിനകത്ത് മാക്സിമം, അതേ ഉള്ളൂ. പിന്നെ അവർ അത്രത്തോളം നമ്മളെ വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് എല്ലാ മൂവ്മെൻറ്റ്സുകളും നമ്മുടെ ഓരോ ഇതും അവർ പറഞ്ഞു തരും. നമുക്ക് അത്ര ഉള്ള സാറ്റിസ്ഫാക്ഷൻ ആയി കഴിയുമ്പോഴേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരും. അപ്പോൾ ആ രീതിയിൽ നമ്മളെ അത്രത്തോളം അവർ ഏബിളായിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കൂടെ താല്പര്യം ഉണ്ടായതുകൊണ്ടും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടായതുകൊണ്ടും വിജയിക്കുന്നു എന്ന് മാത്രം. അതെല്ലാം എല്ലാവർക്കും മൈൻഡ് കിട്ടിയാണ്. അല്ല വെറുതെ ആ ഡയലോഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഏത് ഡയറക്ടർ പറഞ്ഞാലും പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സിനിമ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 വർഷം കൊണ്ടാണ് ഫിലിം പിടിച്ചു തീരുന്നത്. സൂപ്പർ ഹിറ്റ് നടന്മാർ സൂപ്പർ സ്റ്റാർ അഭിനയിക്കുന്ന പടമൊക്കെ നമ്മളവർക്ക് ഒറ്റ അടിക്ക് ഇത് പിടിക്കുന്നതാണ്. ഈ ഡാൻസ് രംഗം തന്നെ കട്ട് ചെയ്താണ് എടുക്കുന്നത്. ക്രിസ്മസിൻ്റെ ഇതിൻ്റെ അവസരത്തിൽ ഞങ്ങൾ പെട്ടെന്ന് അത് അവർ രണ്ടും കൂടെ പെട്ടെന്ന് തയ്യാറാക്കുമ്പോൾ ക്രിസ്മസ് സന്ദേശം ഉണ്ടായിരിക്കണം, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വേണം എന്നും പറഞ്ഞപ്പോൾ അന്ന് ഞാനും പിന്നെ സുമതി അമ്മയും കൂടെ ഇരുന്ന് പോയായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ചെറിയ എടുത്തായിരുന്നു. പെറ്റമ്മ മറന്നാലും നിന്നെ ഞാൻ മറക്കില്ല, നീ എൻ്റെ പ്രിയങ്കരിയാണ്, നീ എൻ്റെ പൊന്നോമനയാണ്, നിന്നെ ഞാനിതാ എൻ്റെ ഉള്ളം കയ്യിൽ സ്വീകരിക്കുന്നു. യഹോവാവിൻ്റെ പുസ്തകം 41-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഇത്രയേ ഉള്ളൂ. അത് ഞങ്ങളെ പള്ളി ചെന്നിരുന്ന് അടുത്തടുത്തിരുന്ന് പറഞ്ഞു തന്ന വാക്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പെട്ടെന്ന് ഡയലോഗ് പഠിക്കുന്നത്. പിന്നെ അവരുടെ ആ ഡയറക്ഷനോട് ആകുമ്പോൾ അത് എങ്ങനെ വിജയിക്കുന്നു. കലയാണല്ലോ, അതൊരു ഈശ്വരൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ കൂടുതലായിട്ടും ആൾക്കാർ പറയുന്ന ഒരു കമൻസ് എന്നാ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത്രയും പുലിയാണെങ്കിൽ ചെറുപ്പത്തിൽ എന്തോരം അഭിനയം കാര്യങ്ങളൊക്കെ ചെറുപ്പം പോയ കാരണം എൻ്റെ ഹൃദയം അതെന്നാ അങ്ങനെയായിരുന്നു. നീ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇന്നസെന്റ് പറഞ്ഞല്ലേ, അത് എല്ലാത്തിനും സിനിമ ഡയലോഗല്ല, അതിൽ സമയങ്ങളും കൂടെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആറന്മുള പോയപ്പോൾ അവിടുത്തെ പോലീസുകാർ ഈ റീൽ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ റീലും കാണുന്നുണ്ട്. അന്നേരം ഇപ്പം ഞങ്ങളോട് പറഞ്ഞു, നമ്മുടെ ഈ ജഗതി ശ്രീകുമാർ ഇതിനകത്ത് ചെയ്തൊരിതുണ്ടല്ലോ ഉടുമ്പി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ. അപ്പം എന്ന് പറഞ്ഞു, അച്ഛാ അത് നിങ്ങളത് ചെയ്യണത് എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു, എന്തു സാറേ ഇനിയിപ്പോൾ ഈ വയസ്സാകാലത്ത്. അതും പറഞ്ഞ അച്ഛാ 2.5-3 മണിക്കൂറൊക്കെ ഡയലോഗ് പറയുകയും നാടക ആചാര്യൻ എന്നറിഞ്ഞപ്പെടുന്ന NN പിള്ളയ്ക്ക് അബ്രവാളി സിനിമയുടെ സ്ക്രീനിൽ വരണമെങ്കിൽ 76 വയസ്സിലേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്നും പ്രായവും ഇതൊന്നും കണക്കില്ല, അതിന് സമയം ആണോ എന്ന് പറഞ്ഞ് ഇന്ന് സാറ് പറഞ്ഞു വേണം. ഞാൻ പറഞ്ഞു, നമുക്കിപ്പോഴായിരിക്കും ആ സമയം ഒത്തത് എന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ആഗ്രഹിക്കാത്തവരല്ല, പണ്ടും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ ഇത്ര മൊബൈലൊന്നും പ്രചാരത്തിലല്ല. ഞങ്ങളുടെയൊക്കെ ആ കുട്ടിക്കാലവും അല്ലെങ്കിൽ ആ യുവനകാലത്തൊന്നും മൊബൈലോ മീഡിയകളോ ഇത്രയും വലിയ പ്രചാരത്തിലുള്ള സമയമല്ല. ഇപ്പോൾ അതിനുള്ള സമയമായി, സന്തോഷമുണ്ട്. അച്ഛൻ്റെ കുട്ടിക്കാലത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, എന്തായിരുന്നു? ഞാൻ മറന്നുപോയല്ലോ. കരുണാസിനെ ഞാൻ കണ്ടിട്ടില്ല. ജോഗിനല്ല, സുന്ദരൻ തന്നെയാണ് കാണാനുണ്ട്. അതല്ലേ അല്ല, ഇപ്പോൾ ഇത്ര നന്നായിട്ട് പ്രണയവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറുപ്പത്തിൽ എന്തോരം ഉണ്ടായിരുന്നു? ചെറുപ്പത്തിൽ ഇപ്പോൾ ഒന്നും പറയത്തില്ല, പിള്ളേരാണ് നിങ്ങൾ. ഞാൻ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ബന്ധപ്പെടുകയല്ല. ഞാനിപ്പോൾ നല്ലതായിട്ട് ജീവിക്കാൻ നോക്കുള്ളൂ. അങ്ങോട്ട് മാറുമ്പോൾ എൻ്റെ താടിക്കുള്ള കുത്താനൊന്നും ഞാൻ സമ്മതിക്കാതെ മക്കളായിട്ട് കാണാൻ നോക്കുള്ളൂ. അല്ലേ സജികുമാറേ? ആ ലുഖയെ മുഖത്തോട്ടെ ഒരെണ്ണം പിടിച്ചോണം കേട്ടോ. ചിരി അതുപോലെ വരുന്നുണ്ട്. ഇച്ചിരി എന്ന് വെച്ചാൽ മതി. പിന്നെ അങ്ങനെ ഓടിപ്പോയി. ഇപ്പം ഇത്രയും പ്രായമൊക്കെ ആയി. പിന്നെ അഭിനയിക്കുമെന്ന് ചോദിച്ചാൽ അഭിനയിക്കും. നിങ്ങൾ പിടുത്തക്കാർക്ക് ചേരാൻ താമസം വരും. എൻ്റെ ഒരു കുറ്റമല്ല. പയ്യെ പിടിക്കാൻ നോക്കുകയുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. ഏത് റോളും അങ്ങ് എടുക്കും. എടുക്കും. പിന്നെ മണിക്ക് കയറണോ? ഞാൻ കയറും.
പിടിച്ചോണം. ജയൻ്റെ കരിമ്പനെ ഒന്ന് പിടിക്കണമെന്നുണ്ട്. പക്ഷേ കരിമ്പന പിടിക്കാൻ പോയാൽ പറ്റുന്ന എന്നറിയോ, പുള്ളിയുടെ ഒരു കൈയുടെ അത്രയില്ല. ഞാൻ കിണ്ണൻ്റെ ജീവിതം അഭിനയമാകട്ടെ, യഥാർത്ഥ ജീവിതം നമ്മുടെ ആകട്ടെ. എന്താ മീരെ? അമ്മച്ചി എൻ്റെ പൊന്നു മോനെ, ജീവിതം ഉണ്ടെങ്കിൽ അത് ഞാനും മീരയും മാത്രം. അവിടെ നിങ്ങോട്ട് പോകുന്നില്ലല്ലേ? ജീവിതം ഉണ്ടെങ്കിൽ അല്ല ഹേ ഹേ എന്ന് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ അമ്മച്ചീനെ എല്ലാവരും അവിടെ സുന്ദരിയമ്മ സുന്ദരിയമ്മ എന്നാണ് വിളിക്കണേ. ഇവരെല്ലാം അങ്ങനെയാണ് വിളിക്കുന്നത്. അവിടെ വിളിക്കും, കുറേ പേരൊക്കെ വിളിക്കും. എന്താ അങ്ങനെ വിളിക്കണേ? എനിക്കറിയത്തില്ല, ഞാൻ എപ്പോഴും ചിരിക്കാൻ എടുക്കുകയൊക്കെ ചെയ്യുമല്ലോ. അവർ വല്ലതൊക്കെ ചോദിക്കുമ്പോൾ വല്ലതും ചിരിക്കും. കരഞ്ഞോണ്ടിരിക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ്. അതാണ് വേണ്ടത്, എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണം. അമ്മച്ചി ഈ അമ്മച്ചി കൂടുതൽ ഇപ്പൊ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്തോ അമ്മച്ചി വീട് പേര് മീരെന്ന് വിളിച്ചോണം. അല്ലെങ്കിൽ ആരാ എൻ്റെ എൻ്റെ വീട് ഇടുക്കി. ഇടുക്കിയില്ല സുമലത, സുമതിയമ്മ, 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 സുമതി, സുമതി അമ്മ, സുമതിയമ്മ. അല്ലെങ്കിൽ അമ്മച്ചി കുഴപ്പമില്ല, സുമതി അമ്മച്ചി. അത് വഴി പറഞ്ഞു. സുമതിയമ്മച്ചി, സുമതിയമ്മച്ചി ഇപ്പോൾ കൂടുതലും ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രണയരംഗങ്ങളാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടെ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുമ്പോഴത്തേനും? അവർ പറഞ്ഞു തരും, ഞാനതുപോലെ ചെയ്യും. അതെ തന്നെ, അതെ, അത് ചെയ്തുകൊണ്ടിരിക്കണേ. ചിരി പോകുന്നുണ്ട്, ചിരി വരട്ടെ. പറഞ്ഞേ കേട്ടില്ല, അവര് പറഞ്ഞു തരും. ഞാനും ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്തെന്ന് പറ മീരെ. അവിടുന്ന് ഫുൾ സപ്പോർട്ടല്ലേ? ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തു. ഇതല്ല പറയുന്ന അനുസരിച്ച് ഇതുപോലെ ചെയ്തു.